2026 ജിമ്മിൽ പോകാനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന 3 മിസ്റ്റേക്ക് ഒരിക്കലും വരുത്തൂലാണ് ഇപ്പൊ തന്നെ ഓർപ്പിച്ചോ. മിസ്റ്റേക്ക് നമ്പർ 1, ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ചെണ്ടിനെയും കൂടെ കൂട്ടായിരിക്കും. യെസ് ഗൈസ്, പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, ഈ ലോകത്ത് പകുതി കൂടുതൽ ആൾക്കാരും ജിമ്മ് നിർത്താനുള്ള ഒരു കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. എനിക്കറിയാം, പുതുതായിട്ട് ജിമ്മിൽ ചെയ്യുന്ന ഒരാൾക്ക് കുറെ പേടികളുണ്ടാവും. ജിമ്മിലുള്ള ആൾക്കാർ എങ്ങനെയാണ്, ജിം എങ്ങനെയാണ്, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അതിനുവേണ്ടി ദയവേത് ഒരാളെ സപ്പോർട്ടിന് കൂട്ടാതിരിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ, ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെ നിങ്ങൾ വലിച്ചു കൊണ്ടായാൽ തന്നെ ആ ഒരാൾ കാരണേക്കാരം നിങ്ങൾ ജിമ്മ് എടുത്താൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ മേ ബി ഡെയിലി ജിമ്മിൽ പോകാൻ റെഡി ആയിക്കാരം. പക്ഷെ നിങ്ങൾ കൊണ്ടായ ആള് 2 ദിവസം പോയിട്ട് 3-ാമത്തെ ദിവസം ഞാൻ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പോകാനുള്ള മൂഡ് കൂടി ഇല്ലാതാണ്. സോ ജിമ്മിൽ പോവാൻ പ്രത്യേകിച്ച് ഒരാളെ വെയിറ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ ജിമ്മ് ജോയിൻ ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ കിട്ടും. ഇനിയിപ്പോ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ ഒരാൾ ഫ്രണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാതെ നിങ്ങളോട് ജിമ്മിൽ പോവാന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ടിനെ മാത്രം കൊണ്ടുപോകും. ഒരു കാരണവശാലും ആരെയും പ്രഷർ ചെയ്താണ്ട് ജിമ്മിൽ കൊണ്ടുപോകും. മിസ്റ്റേക്ക് നമ്പർ 2, ഓവർ എക്സ്പെക്ടേഷൻ വെക്കുന്നത്. ഒരു കാരണവശാലും ആരും പറഞ്ഞത് 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ നിങ്ങൾ ആ ഡ്രീം ഫിസിക് അച്ചീവ് ചെയ്യാന്ന് വിചാരിക്കേ വേണ്ട. ബിക്കോസ് ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്. ജിമ്മിൽ വരുന്ന അടുത്തൊരു ശതമാനം ആൾക്കാർ ജിം നിർത്താനുള്ള ഒരു കാരണം നിങ്ങളൊരു എക്സ്പെക്ടേഷൻ കൊടുത്തിട്ടാണ് ജിമ്മിക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ വിചാരിച്ച റിസൾട്ട് കിട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും, ഓ ഇതൊന്നും എന്നെ കൊണ്ട് പോസിബിൾ അല്ല, അതുകൊണ്ട് ജിമ്മ് നിർത്താറ്. ഒരു കാരണവശാലും എക്സ്പെക്ടേഷൻസ് വെക്കാണ്ടിരിക്കുക. ഡെയിലി ഒരു കാര്യം ജസ്റ്റ് 1 hour 2 hour അത്രയൊക്കെ ചെയ്യേണ്ടോളൂ, അത് ചെയ്തുകൊണ്ടേ ഇരിക്കാം. റിസൾട്ട് ഉറപ്പായിട്ടും നിങ്ങളെ തേടി വരും. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എല്ലാവരും ചെയ്യേണ്ട വേറൊരു മിസ്റ്റേക്ക് ആണ്, ജിമ്മിലൊക്കെ ജോയിൻ ചെയ്തു ഇനി എന്തെടുക്കാം, ക്രിയേറ്റിൻ എടുക്കണോ, പ്രോട്ടീൻ എടുക്കണോ? ബ്രോ, സപ്ലിമെന്റ്സിന് പിന്നാലോ ഒരു സ്ട്രിക്ട് ഡയറ്റിന്റെ പിന്നാലോ നിങ്ങൾ പോകണ്ട. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു 3 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് ജിമ്മിൽ പോകാൻ മാത്രം ശ്രദ്ധിക്കും. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ബട്ട് നിങ്ങളൊരു കാര്യത്തെ എത്രത്തോളം ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കണോ അതുകൊണ്ട് നിങ്ങൾക്ക് അത് മടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് അല്ലെങ്കിൽ സപ്ലിമെന്റ്സ്, പ്രോട്ടീൻ, ക്രിയേറ്റിൻ ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് സാധനത്തിൽ നിങ്ങളെ പോവേ പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു 90 days നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റിച്ചുകൊണ്ട് ജസ്റ്റ് ജിം ഒരു ഹാബിറ്റ് ആക്കി എടുക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഡയറ്റ് എടുക്കുന്നത് അത്ര നിർബന്ധമാണെങ്കിൽ ജസ്റ്റ് ഷുഗറും ഓയിലും കട്ട് ചെയ്ത് നോക്കുക. എനിക്ക് ഉറപ്പാണ് 99% ആൾക്കാർക്കും ഈ ഒരു പറഞ്ഞ സംഭവം നടന്നോളുന്നില്ല. 1-2 ദിവസം ഷുഗർ കട്ട് ചെയ്യും, 3-ാമത്തെ ദിവസം ഇഷ്ടമുള്ള എടുത്ത് കഴിക്കും. അതൊരു നെഗറ്റീവ് അല്ല. ഞാനും ഈ ഇരുന്ന് സംസാരിക്കുന്ന ഞാനടക്കം ഇതേപോലെ വന്ന ഒരാളാണ്. സോ അതുകൊണ്ടൊന്നും നിർത്താതെ ജസ്റ്റ് ബി കൺസിസ്റ്റന്റ്. കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് ഉപകാരപ്പെടുന്നു. ജിമ്മിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കും. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനം നല്ലതാണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ അവിടെ തൊട്ടുകൊണ്ട് പറഞ്ഞുതരാം. നിങ്ങൾ ലൈഫിൽ എടുക്കാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് തീരുമാനങ്ങളിൽ ഒന്നേക്കാരം നിങ്ങൾ ജിമ്മിൽ ജോയിൻ ചെയ്യാന്നുള്ളത്. അതിന്റെ കാരണം എന്താണ് അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ നാളെ കാണുന്നതായിരിക്കും. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.